ലൈംഗികാതിക്രമ കേസുകളിൽ പരാതിക്കാരെ രാഹുൽ ഈശ്വർ അധിക്ഷേപിക്കുന്നതും പ്രതികളെ ചേർത്ത് പിടിക്കുന്നതും ഇതാദ്യത്തെ സംഭവമല്ല. ഏത് പ്രതിയെയും നിങ്ങൾ ചേർത്ത് പിടിച്ചോളൂ, നിയമങ്ങൾക്ക് വിധേയമായി. പക്ഷേ പരാതിക്കാരെ അപമാനിച്ചാൽ കളി മാറുമെന്ന് കോടതി വ്യക്തമായ സൂചനയാണ് ഇന്ന് കൊടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ കേസിലെ അതിജീവിതയായ യുവതിയെ അപമാനിച്ചതിന് രാഹുൽ ഈശ്വർ ഈ നിമിഷം തിരുവനന്തപുരം പൂജപ്പുര ജയിലിൽ അഴിയെണ്ണുകയാണ്. 14 ദിവസത്തേക്കാണ് തിരുവനന്തപുരം അഡീഷണൽ CJM കോടതി രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ രീതികളും മുൻനടപടികളും കോടതിക്ക് അറിയാവുന്നതുകൊണ്ടാകും സമാന കുറ്റം രാഹുൽ ഈശ്വർ ഇനിയും ആവർത്തിക്കാനാണ് സാധ്യത എന്ന് നിരീക്ഷിച്ചത്. ഇതേ കേസിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരും നിലവിൽ ഒളിവിലാണ്. മുൻകൂർ ജാമ്യത്തിനായി അദ്ദേഹവും നെട്ടോട്ടത്തിലാണ്. രാഹുൽ ഈശ്വറിനെ പോലെ റിമാൻഡിലാകുമോ സന്ദീപും? ആദ്യം RD Extra. കുറ്റകൃത്യം ആവർത്തിക്കും എന്ന് രാഹുൽ ഈശ്വർ ആവർത്തിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ നിർത്തില്ലെന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. ആ വാക്കുകളിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് എന്നോട് ആവശ്യം. നിർത്തില്ല. നന്ദി സുരേഷ് സാർ, നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല. സന്ദീപ് വാര്യരെ ന്യായീകരിച്ച് രമേശ് ചെന്നിത്തല. സന്ദീപ് ബോധപൂർവം അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. മുമ്പ് ഷെയർ ചെയ്ത ഫോട്ടോ വീണ്ടും പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സന്ദീപ് വാര്യരോട് ചോദിച്ചു രാവിലെ, ഞാൻ നിങ്ങളെ കാണുന്നുള്ളതുകൊണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞത് അവർ ഒരു യുവമോർച്ചയുടെ ഒരു പ്രവർത്തകനാണ് അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ കിട്ടിയ ഫോട്ടോ അന്ന് കൊടുത്തതാണ്, ഇപ്പോൾ പലരും എടുത്തിട്ടതാണ്. അതേസമയം സന്ദീപ് വാര്യരെ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന സമീപനം ഇല്ല, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും സതീശൻ പറഞ്ഞു. പാർട്ടി നിയമത്തിന്റെ വഴിക്ക് പോയിട്ട് നിയമലംഘനം ആര് നടത്തിയാലും തെറ്റായ കാര്യങ്ങൾ ആര് നടത്തിയാലും അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന പ്രശ്നോദിക്കുന്നില്ല. ഒരു പ്രതിരോധമില്ല, ഒരാൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധമില്ല. തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ തെളിയട്ടെ. രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരം പൗടിക്കോണത്തെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വീട്ടിൽ നിന്ന് രാഹുൽ ഈശ്വർ വ്ളോഗിങ്ങിന് ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് പോലീസ് പിടിച്ചെടുത്തു. ലാപ്ടോപ്പ് വിശദ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിന് കൈമാറും. അറസ്റ്റിലാകും മുമ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ലാപ്ടോപ്പിൽ ഒളിപ്പിച്ചു എന്ന് പറഞ്ഞിരുന്നു. അതിജീവിതയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തേക്കും. മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കനാണ് 1-ാം പ്രതി. അഡ്വക്കേറ്റ് ദീപ ജോസഫ് 2-ാം പ്രതിയും ദീപ ജോസഫ് എന്നു പേരുള്ള മറ്റൊരു അക്കൗണ്ട് ഉടമ 3-ാം പ്രതിയുമാണ്. സന്ദീപ് വാര്യർ 4-ാം പ്രതിയും കേസിൽ 5-ാം പ്രതിയായി രാഹുൽ ഈശ്വറുമാണ് വന്നത്. BNS 72, 75, 351 വകുപ്പുകൾ പ്രകാരവും IT ആക്ട് 43, 66 വകുപ്പുകൾ പ്രകാരവുമാണ് കേസ്. ഇരയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ, ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ ദുരുപയോഗം എന്നീ കുറ്റങ്ങൾ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതിജീവിതയുടെ ചിത്രം സന്ദീപ് വാര്യർ FBയിലിട്ടത് ആസൂത്രിതമാണ് എന്ന സംശയത്തിലാണ് പോലീസ്. രാഹുൽ ഈശ്വർ പെട്ടതോടെ സൈബർ ആക്രമണ കേസിൽ മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ് സന്ദീപ് വാര്യരും. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അഭിഭാഷകനാണ് സന്ദീപ് വാര്യർക്കായും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് എന്ന കൗതുകം കൂടിയുണ്ട്. അതല്ലെങ്കിൽ യാദൃശ്ചികത കൂടിയുണ്ട്. എന്തെങ്കിലും ആവട്ടെ, വിവാഹ സമയത്തെ ആശംസാ പോസ്റ്റ് കുത്തിപ്പൊക്കിയതാണ്, അതിജീവിതയെ അപമാനിച്ചിട്ടില്ല എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. എന്തായാലും ഇത് വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്തങ്ങ് പോകാം എന്നാണ് ഇക്കാര്യത്തിൽ സന്ദീപ് വാര്യരും കരുതിയത്, രാഹുൽ ഈശ്വറും കരുതിയത്. രാഹുൽ ഈശ്വറിന് പിന്നെ ഈ ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറയുന്നത് പോലെ എവിടെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായാലും അപ്പോൾ ഈ അക്രമിക്കായി പ്രത്യക്ഷപ്പെടുന്ന പഴയ മരിച്ചുപോയ ആളൂർ വക്കീലിനെ പോലെ ഒരു പുതിയ രൂപമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ കാണാറുള്ളത്. എന്തായാലും ഇപ്പോഴത്തെ ഈ നടപടിയെക്കുറിച്ച് എന്ത് തോന്നുന്നു? വളരെ വളരെ സന്തോഷം തോന്നുന്നു ഹർഷ. അതായത് ഇയാൾക്കിങ്ങനെ കുറച്ച് കാലം ജയിലിൽ കിടക്കണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 14 ദിനരാത്രങ്ങൾ രാഹുൽ ഈശ്വറിനെ പുറംലോകം കാണില്ല. 14 ദിനരാത്രങ്ങൾ ഇയാളുടെ ഇമാതിരിയുള്ള വർത്തമാനങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരില്ല. വളരെ വളരെ സന്തോഷം തോന്നുന്നു രാഹുൽ ഈശ്വറെ ജയിലിലിട്ടപ്പോൾ എന്നാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. അതായത് ഒന്ന്, ഈ സന്ദീപ് വാര്യർ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. സന്ദീപ് വാര്യരൊക്കെ വളരെ മനഃപൂർവ്വമാണ് ഇക്കാര്യം ചെയ്തതെന്ന് എനിക്ക് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ തന്നെ നേരത്തെ രമേശ് ചെന്നിത്തല സംസാരിക്കുന്നത് ശ്രദ്ധിച്ചില്ല. പക്ഷേ അതിനകത്ത് ഒരു പാർട്ടി, ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ അയാളുടെ കല്യാണത്തിന് പോയപ്പോഴാണ് എന്ന് ആ സംഘടനയുടെ പേര് പറഞ്ഞു. ഇത് എല്ലാം പരാതിക്കാരിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് രമേശ് ചെന്നിത്തല സാധാരണഗതിയിൽ പറയില്ലല്ലോ. രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്.
രാഹുൽ ഈശ്വർ ഒരു വലിയ വീഡിയോ ചെയ്യുകയാണ്. ആ വീഡിയോയ്ക്ക് പിന്നാലെ ആ വീഡിയോയിൽ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ഇയാൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു 10-15-20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറോളം സമയം കൊടുത്തതിന് ശേഷം, ആളുകൾക്ക് അതിനകത്ത് ഫോട്ടോ എല്ലാം തപ്പിയെടുക്കാനുള്ള സമയം കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇത് പിൻവലിക്കുകയാണ്. ഇതാ ഞാൻ പരിശുദ്ധനായിരിക്കുന്നവർ പിൻവലിക്കുകയാണ്. നമുക്കറിയില്ല ഇപ്പോഴും ഇയാൾ ഫോട്ടോ ഇട്ട ആളാണോ ഈ പെൺകുട്ടി എന്ന് നമുക്കറിയില്ല. ഐഡൻറ്റിറ്റി റിവീൽ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരാളെ, ഏതോ ഒരു സ്ത്രീയെ ഇങ്ങനെ ഈ ഒരു മോശം ലൈറ്റിൽ, ബാഡ് ലൈറ്റിൽ നിർത്താനായിട്ട് ഈ ആളുകൾ പണിയെടുത്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇക്കാര്യത്തിൽ ഈ രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തിൽ നമുക്ക് നേരത്തെ ഹർഷം പറഞ്ഞതുപോലെ നമുക്ക് സംശയമൊന്നുമില്ല. അയാൾ ഈ രാജ്യത്തെ ചീത്ത സംഗതികളുടെ മധ്യസ്ഥനാണ്. അതായത് മോശം കാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. എന്ത് മോശം കാര്യമുണ്ടോ അതിൽ രാഹുൽ ഈശ്വർ ഉണ്ടാവും. കാണുമ്പോഴേ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ ദേശീയ പതാകയൊക്കെ വെച്ചിട്ടാണ് വരിക. പക്ഷേ അങ്ങേയറ്റം സുഖകരമല്ലാത്ത മനസ്സായിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഇയാൾ പണിയെടുക്കുന്നത്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ നടിയുടെ ആക്രമിക്കപ്പെട്ട കേസ്. ആ കാലത്ത് ഈ കാലത്തെത്തുമ്പോൾ രാഷ്ട്രീയ നേതാക്കളാണ് ഇത് ചെയ്യുന്നത്. നോക്കൂ, ഇതിനകത്ത് ഒരു ആവലാധികാരിയാണ് അവർ. ഇതിനകത്ത് രണ്ട് പ്രശ്നം, നിങ്ങൾക്ക് രണ്ട് അഭിപ്രായം ഉണ്ടാകാം. ഒരു പക്ഷേ നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരിക്കാം കേസിലുള്ളത്. പക്ഷേ ആവലാധികാരി എന്ന് വെച്ചാൽ 10, 25, 30 താഴെ മാത്രം പ്രായമുള്ള, 10-25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആവലാധികാരി അവിടെയുണ്ട്. ആ ആവലാധികാരി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയിട്ട്, എന്ന് വെച്ചാൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഏറ്റവും തലപ്പത്തുള്ള സ്ഥലത്തേക്ക് ഓഫീസിലേക്ക് പോയിട്ട് സ്വന്തം ബന്ധുക്കളുമായിട്ട് പോയിട്ട് പരാതി കൊടുക്കാൻ പോയ ഒരാളാണ്. അവർ അവിടെ നിന്ന് കോടതിയിലേക്കാണ്, നിയമ നടപടികൾക്കായിട്ടാണ് പോകുന്നത്. ഈ പെൺകുട്ടിയെ എന്താണ് രാഹുൽ ഈശ്വർ ഒരു ദിവസം അന്നിട്ട ഒരു വീഡിയോയിൽ വിളിക്കുന്നത് എന്തറിയോ? പെരുങ്കള്ളി എന്ന് വിളിക്കുകയാണ്. എങ്ങനെയാണ് അയാൾക്ക് അങ്ങനെ പറ്റുന്നത്? ഒരു മനുഷ്യൻ അങ്ങനെ പറ്റുന്നത് എങ്ങനെയാണ്? അതായത് അവർ കള്ളമാണോ ശരിയാണോ എന്നത് ജുഡീഷ്യൽ കോടതിക്ക് മുമ്പാകെ ഞാൻ തെളിയിക്കാൻ വേണ്ടി പോവുകയാണ്. അതും എങ്ങനെയാണ്? അവർ 3 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു പ്രഗ്നൻസിയെ അബോർട്ട് ചെയ്തിരിക്കുകയാണ്. അവരുടെ സമ്മതത്തോടെ അല്ലാതെ അവരെ അബോർട്ട് ചെയ്തിരിക്കുകയാണ്. നിറയെ ബ്ലീഡിംഗ് ഉണ്ടായിട്ട് ആ കുട്ടി പറയുന്നത് നമ്മൾ ശബ്ദത്തിൽ കേട്ടതാണ്. അത് ശാസ്ത്രീയമായിട്ടല്ല ചെയ്തത്. അത് ഡോക്ടർമാർ തന്നെയും പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ മരിച്ചു പോകുമായിരുന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നതായിട്ട് ആ കുട്ടി പറയുന്നുണ്ട്. ഇന്നലെയും മറ്റുമായിട്ട് പോലീസിൽ നിന്ന് വന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ആ കാര്യങ്ങൾ വസ്തുതയാണെന്ന് വിദഗ്ധരായിട്ട് ഡോക്ടർമാർ, തിരുവനന്തപുരത്ത് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ ശാരീരികമായിട്ട് ഒരു 25-26 വയസ്സുള്ള ഒരു പെൺകുട്ടി കടന്നു പോകാവുന്ന ഏറ്റവും കടുത്ത ശാരീരിക സ്ഥിതിയിലൂടെ കടന്നു പോവുക, വേദന തിന്നുക. മാനസികമായിട്ടാണെങ്കിൽ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് പ്രഗ്നൻസി ആവശ്യപ്പെട്ട ഒരാളോട് വലിയ സ്നേഹം ഉണ്ടായിരുന്ന ആൾ ഇമാതിരി ചതി നടത്തിയിട്ട് അതിൻ്റെ മേലിൽ വലിയ വഴക്കും ബുദ്ധിമുട്ടും ഉണ്ടായിട്ട് അതിൻ്റെ മാനസികമായുള്ള ട്രോമ കടന്നു പോവുക. ആ പെൺകുട്ടിയെ പെരുങ്കള്ളി എന്ന് വിളിക്കാൻ ഇയാൾക്ക് എന്തൊരു അവകാശമുള്ളത്? എന്ത് അവകാശമാണ് ഇയാൾക്കുള്ളത്? അയാൾ വിചാരിക്കേണ്ട അയാൾക്ക് എന്ത് അവകാശമുള്ളത്? അവരുടെ സത്യാവസ്ഥ തെളിയിക്കാൻ വേണ്ടി ജുഡീഷ്യറിയുടെ മുന്നിലേക്കും രാഷ്ട്രീയ നേതൃത്വത്തിന് മുന്നിലേക്കും ഭരണ നേതൃത്വത്തിന് മുന്നിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇയാൾ ആരാണ്? യഥാർത്ഥത്തിൽ സത്യത്തിൽ ആ ദിവസം തന്നെ എടുത്ത് ജയിലിലേക്ക് ഇടണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ട് 14 ദിവസം അയാളവിടെ നിരാഹാരം കിടക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സന്തോഷം കൂടുക ചെയ്ത്. ഭക്ഷണം കഴിക്കില്ലല്ലോ എന്നോർത്തപ്പോൾ. അങ്ങനെ തോന്നാൻ പാടില്ലാത്തതാണ്. പക്ഷേ അത് അയാളുടെ തന്നെ താല്പര്യമായിട്ട്, ഞാനങ്ങനെ ക്രൂരമായിട്ട് അയാൾ ഭക്ഷണം കൊടുക്കാതിരിക്കണമെന്നല്ല പറഞ്ഞത്. അയാളുടെ തന്നെ താല്പര്യമായതുകൊണ്ട് അയാൾ ഭക്ഷണം കഴിക്കാതെ 14 ദിവസമായിട്ട് ഇരിക്കുന്നു എന്നാണെങ്കിൽ അതിൽ സന്തോഷിക്കുന്ന ഒരാളാണ് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങേയറ്റം എനിക്കറിയാവുന്ന ആളാണ്. അയാളോട് സംസാരിച്ചിട്ടുണ്ട്. അയാൾ പലതവണ നമ്മുടെ ചർച്ചയിൽ വന്നിട്ടുണ്ട്. സനീഷ് ജി എന്ന് വിളിച്ച് സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ അയാൾ കേൾക്കുന്നില്ല, ഇത് വന്നാൽ കേൾക്കുമല്ലോ. എനിക്ക് പറയുന്നതിന് യാതൊരു മടിയുമില്ല. 14 ദിവസം രാഹുൽ ഈശ്വറിനെ പിടിച്ചകത്തിട്ടിരിക്കുന്ന നിയമ സംവിധാനങ്ങളോട് അങ്ങേയറ്റം ബഹുമാനമാണ് എനിക്ക് ഉള്ളത്. ഇയാൾ പുരുഷ കമ്മീഷൻ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ അവസാനം വരെയും പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് പുരുഷ കമ്മീഷൻ? ആർക്ക് വേണ്ടിയിട്ടാണ്? KSRTC ബസ്സിൽ ഒരു പെൺകുട്ടിക്ക് അടുത്തിരുന്നിട്ട് ലൈംഗിക പ്രദർശനം നടത്തിയ ഒരു മനുഷ്യൻ, ആ തരത്തിൽ മാനസിക നിലയുള്ള എല്ലാത്തരം മാനസിക വൈകൃതങ്ങളുമുള്ള മനുഷ്യരും കൂടെ ചേർന്നാണ് ഈ ലോകം. നമുക്കറിയാം ഇപ്പോൾ അത് കുറേ കൂടെ നമ്മളിപ്പോൾ സാധാരണത്തിൽ ഞാനും ഹർഷനും ജോലി തുടങ്ങിയ കാലത്ത് ഇത്തരം ഒരു ടെലിവിഷൻ ചർച്ച ഇത്തരം കാര്യങ്ങൾ പറയുമോ? ഇല്ല. ഇപ്പോൾ പക്ഷേ ചെറുപ്പക്കാരായുള്ള കുട്ടികൾക്ക് വരെയും കാര്യങ്ങൾ അറിയാം. ഈ പലതരം മനുഷ്യർ നിറഞ്ഞാണ്. വൃത്തികെട്ട മനസ്സുള്ള ആളുകളുണ്ട്. ചിലതരം രോഗത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. പെർഫെക്ഷൻ ചെയ്യുന്ന ആളുകളുണ്ട്. ഓരോ മാനസിക നിലയിലുള്ള ആളുകളെയാണ്. അത്തരം ആളുകൾ നമ്മുടെ സൊസൈറ്റിക്കകത്ത് ജീവിക്കുന്നുണ്ട്. ചില ആളുകൾ KSRTC ബസ്സിൽ വന്നിരിക്കും. ഒരു പെൺകുട്ടി അത് ഷൂട്ട് ചെയ്ത് അത് ആളുകളോട് പറഞ്ഞു. ആ ആളെ പോയിട്ട് ജയിലിൽ നിന്ന് സ്വീകരിക്കാൻ അയാളൊരു കുഴപ്പക്കാരനാണ്, അയാൾക്ക് ചികിത്സയോ മറ്റോ വേണം, അയാളെ സ്വീകരിക്കാൻ മാത്രം അയാൾ വല്ല വിപ്ലവ പ്രവർത്തനം നടത്തിയാണോ? അത് ചെയ്ത ആളാണ് രാഹുൽ ഈശ്വർ. അതിനുവേണ്ടി മെൻസ് അസോസിയേഷൻ, എന്തിനാണ് പുരുഷ അസോസിയേഷൻ? ഇതുപോലൊരു സിറ്റുവേഷൻ എന്തിനാണ് പുരുഷ അസോസിയേഷനെ കൊണ്ടുവരുന്നത്? ഈ പറയുന്ന പോലെ ഒരു പ്രഗ്നൻസി, ഒരു പുരുഷനും സ്ത്രീയും ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്കൊടുവിലാണല്ലോ പ്രഗ്നൻസി ഉണ്ടാകുന്നത്. ആ പ്രഗ്നൻസിയുടെ ശാരീരികമായ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ 3 മാസം വയറ്റിൽ വളർന്ന ഭ്രൂണത്തെ ഈ അശാസ്ത്രീയമായ കാര്യങ്ങൾ കൊണ്ട്, ശാസ്ത്രീയമായിട്ട് ചെയ്താൽ തന്നെയും വലിയ പ്രയാസമാണ് അത്, മാനസികമായിട്ടോ അതെ ശാരീരികമായിട്ടോ അതെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പോലുള്ള വലിയ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ പുരുഷന്മാർക്കുണ്ടോ?
അതിനുവേണ്ടി ഇത്തരമൊരു സംഭവം ചർച്ച ചെയ്യുമ്പോൾ പുരുഷ അസോസിയേഷൻ വേണമെന്ന കാര്യമാണോ പറയേണ്ടത്? ഇവിടെ പുരുഷന്മാർക്ക് എന്താണ് ബുദ്ധിമുട്ട്? ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഇവർ പറയുന്നത്? ഈ ബസ്സിൽ കയറിയിട്ട് മാനസിക രോഗികൾക്ക് ഈ ശരീരപ്രദർശനം നടത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണോ ഇവർ കാണുന്ന ബുദ്ധിമുട്ട്? രാഹുൽ ഈശ്വറിനൊക്കെ ചികിത്സ കൊടുക്കാനാണ് സർക്കാർ സംവിധാനങ്ങൾ സഹായിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ ഒരു കാര്യം, അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ കൂടെ അദ്ദേഹത്തെ അനുകൂലിച്ചാണ് സംസാരിക്കുന്നതെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതിനകത്ത് ഒരു കാര്യം, എനിക്കത് ഹർഷന് കുറച്ചുകൂടി അറിയാമായിരിക്കും, ഇത് വീഡിയോ ഒക്കെ ചെയ്ത് കുറേ പൈസ ഉണ്ടാക്കാനുള്ള ഒരു ആലോചന കൂടെ ഇതിനകത്ത് ഉണ്ടാവണം ഒരുപക്ഷെ. എന്നാലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുക ഹർഷ? ഇത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ എന്ത് പറയാനാണ്? ഇത്തരം ആളുകൾ, രോഗാതുര മനസ്സുള്ള ആളുകൾ കൂടെ ചേർന്നതാണ് നമ്മുടെ സൊസൈറ്റി എന്ന് മനസ്സിലാക്കുക. ഏതായാലും ഇവിടെ ഒരു ആളുണ്ട്, ഒറ്റയാൾ, ഏറ്റവും, അതായത് ഒരു നിയമ സംവിധാനമോ ഒരു സൊസൈറ്റിയുടെ ധാർമ്മിക ബോധം മനസ്സോ ഒരൊറ്റ സിംഗിൾ ആളെങ്കിലും വലിയ മനപ്രയാസം നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. എന്താണ് നമ്മുടെ ആധുനിക നമ്മുടെ ഒരു മാനുഷികമായിട്ടുള്ള നിലപാട്. അതെല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കുമെന്ന് വെച്ചാൽ സംഭവിക്കില്ല. കേരളം പക്ഷേ നമ്മുടെ ഈ അപരന് വേണ്ടിയിട്ട് നിൽക്കാവുന്ന നമ്മുടെ ശേഷിയെപ്പറ്റി എപ്പോഴും പറയാറുണ്ടല്ലോ. അവിടെ ഒരു പെൺകുട്ടിയുണ്ട്, നിങ്ങൾ രാഷ്ട്രീയമായിട്ട് എന്തോ ആയിക്കോട്ടെ, ഇവിടെ സ്ത്രീകളൊക്കെ ആളുകൾ ആ കുട്ടിയെ എതിർത്തുകൊണ്ട് വരുന്നു, എന്തോ ആയിക്കോട്ടെ, പക്ഷേ 3 മാസം വളർന്ന ഭ്രൂണത്തെ അശാസ്ത്രീയമായിട്ട് നശിപ്പിക്കേണ്ടി വന്നതിൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും അതിന് കാരണക്കാരനായ പ്രിയപ്പെട്ടവരെന്ന് കണക്കാക്കിയ ആൾ മാനസികമായിട്ട് തകർത്ത് കളഞ്ഞതിൻ്റെ മാനസികമായ വ്യഥകളും പേറി ജീവിക്കുന്ന ഒരു 10-25 വർഷം മാത്രം ഈ ലോകത്ത് ജീവിച്ച് പരിചയമുള്ള ഒരു പെൺകുട്ടി അവിടെ ഉണ്ട് എന്നതുകൊണ്ട് സമ്പൂർണ്ണമായിട്ട് ഇത്തരം മാനസിക രോഗങ്ങളെ തള്ളിക്കൊണ്ട് ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. കോൺഗ്രസ് മനസ്സുള്ള ആളുകൾ പോലും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ബഹുഭൂരിപക്ഷം പേരും കേരളത്തിൽ അത് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇതൊക്കെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹർഷ, ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഇപ്പോൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഓരോ കാലത്തും വിചിത്രമായ, അതാണെങ്കിൽ ഒരു സൈക്കോപാത്തുകളെ പോലെ തന്നെ വേണമെങ്കിൽ പെരുമാറിയിട്ടുള്ള, സമൂഹത്തോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കരുണയോ മമതയോ കാണിക്കാത്ത ആളുകൾ തന്നെയാണെന്ന് പറയുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ രീതികളും സ്വഭാവങ്ങൾക്കും ഒക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ പണ്ട് നമ്മളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് മറന്നു പോകരുതല്ലോ, ഓർമ്മയിലുണ്ടല്ലോ. അതായത് കാശ്മീരിലെ മുസ്ലിങ്ങളെ കഴുത്തിൽ ടയറിട്ട് കഴുത്തിൽ ടയറിട്ട് കത്തിച്ച് വംശഹത്യ നടത്തണം, അത് വംശഹത്യ അനിവാര്യമാണ് എന്ന് പ്രഖ്യാപിച്ച ഒരാൾ അങ്ങനെ ചിന്തിക്കാൻ ഞാൻ പറയട്ടെ, BJPയിൽ അയാൾ പ്രവർത്തിച്ചിരുന്ന കാലത്താണ് അത് പറയുന്നത്. ഞാൻ വേറെ BJPക്കാർ, കേരളത്തിലൊരു BJPക്കാരനും അങ്ങനെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല, ഒരു BJPക്കാരനും അങ്ങനെ പറഞ്ഞ് കണ്ടിട്ടില്ല. ആ നിലയ്ക്ക് നികൃഷ്ടമായ ഒരു മനസ്സ് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിക്ക് മാനസാന്തരം സംഭവിച്ചു എന്ന സന്തോഷത്തിലായിരുന്നു ഞാൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത്. കാരണം ഈ തന്ത്രത്തിൽ അയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അയാളിപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞു ഞാനത് പണ്ടിട്ടതാണ്, അതൊന്നും അറിയില്ല, ആരോട് കുത്തിപ്പൊക്കിയതാണ്. അങ്ങനെ അല്ലല്ലോ. അതിൻ്റെ അതെങ്ങനെയാണ് അയാൾ അവതരിപ്പിച്ചത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ രാഹുൽ ഈശ്വർ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞ് തന്നെയാണ് സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അയാൾ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രാഹുൽ ഈശ്വർ പറഞ്ഞതൊക്കെ സത്യമാണ് എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. അങ്ങനെയാണ് ആ വിഷയത്തെ അയാൾ അവതരിപ്പിക്കുന്നത് സമൂഹ മധ്യത്തിലേക്ക്. ഒരു നിമിഷം വേണ്ടല്ലോ, അതിന് തൊട്ട് പിന്നാലെ ആക്രമണം തുടങ്ങുകയാണ്. ഇപ്പോൾ കുട്ടിയുടെ ഫോട്ടോയാണെന്ന് പറഞ്ഞൊരു ഫോട്ടോ എടുത്ത് ഇയാളുടെ പ്രൊഫൈലിൽ നിന്നൊരു ഫോട്ടോ എടുക്കുന്നു, അത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. അത് പ്രചരിപ്പിക്കാനുള്ള ആഹ്വാനം എവിടുന്നാണ് വരുന്നത്? ഇൻസ്റ്റൻറ്റ് റെസ്പോൺസ് ടീമോ അങ്ങനെ ഒരു സംവിധാനത്തിനകത്തു നിന്ന് കോൺഗ്രസിൻ്റെതായ ഒരു സൈബർ പോരാളികളുടെ സംഘം എന്ന് വിശേഷിപ്പിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് അതിൻ്റെ മെസ്സേജ് പോകുന്നു, അത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. ഇതിനകത്തുള്ളൊരു കുഴപ്പമെന്നറിയാമോ? ആ സൈബർ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും മനോരോഗികളാണെന്നൊന്നും ഒറ്റയടിക്ക് നമുക്ക് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇത് പ്രചരിപ്പിച്ചവർ മുഴുവൻ ആ നിലയുള്ളവരാണെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താണ്? ചരിത്രത്തിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പണ്ട് ജിം ജോൺസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാളുടെ എന്താ വെച്ചാൽ ലോകം ഉടനെ നശിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നമ്മളെല്ലാം നശിച്ചോണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൊണ്ടും കൂടെയുള്ള 10-900 ആൾക്കാരെ മരുന്ന് കൊടുത്ത് കൊന്നുകളഞ്ഞു, അല്ലെങ്കിൽ കുറേ പേരെ വെടിവെച്ചും കൊന്നു. അപ്പോൾ എന്താ കാരണം? അവരെല്ലാം അതിന് ഭരിക്കാൻ തയ്യാറാണ്. കാരണം എന്താണ്? ഇപ്പോൾ ലോകം നശിക്കുമെന്ന് ഇയാൾ ജിം ജോൺസ് പറഞ്ഞാൽ അയാൾക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ സന്ദീപ് വാര്യരും ഈ രാഹുൽ ഈശ്വറും ഒക്കെ കുറേ പാവം മനുഷ്യരെ അങ്ങ് സ്വാധീനിക്കും, എന്നിട്ട് ഇവരെ എല്ലാം കൊലയ്ക്ക് കൊടുക്കും. ആ രീതിയിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ഇത് പ്രചരിപ്പിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഉൾപ്പെട്ട അടുത്തയാളാണ് രാഹുൽ ഈശ്വർ. എല്ലാ കേസിലും ഈ പറഞ്ഞതുപോലെ ഈ സ്വഭാവത്തിൽ ഏറ്റവും ഗുരുതരമായ കുഴപ്പം സമൂഹത്തിൽ കാണിക്കുന്ന ആൾക്ക് വേണ്ടി സംസാരിക്കാൻ നിൽക്കുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് രാഹുൽ ഈശ്വർ അവതരിക്കുക. ഇതെല്ലാം സത്യത്തിൽ കണ്ടന്റിൻ്റെ കളി കൂടിയാണ്.
ഈ നമ്മൾ പറഞ്ഞ ഹേറ്റ് ട്യൂബേഴ്സിൽ പെടുന്ന ഒരാൾ തന്നെയാണ് രാഹുൽ ഈശ്വറും. ഈ തോന്നിവാസം എല്ലാം പറഞ്ഞാൽ അത് വരുമാനത്തിനൊരു മാർഗം കൂടിയാക്കാം എന്ന് അയാൾ തിരിച്ചറിയുന്നുണ്ട്. അതുമാത്രമല്ല, എല്ലാം അയാൾ അഭിനയിക്കുകയല്ലേ. അയാൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. ഈ ലാപ്ടോപ്പ് പോലീസ് അയാളെ വിളിക്കാൻ ചെല്ലുമ്പോൾ പറയാണ്, ഞാൻ ഈ ലാപ്ടോപ്പ് ഒന്ന് ഒളിപ്പിക്കട്ടെ എന്ന് ഫേസ്ബുക്കിൽ ആ കണ്ടന്റും ഒരു കച്ചവടമാക്കാനായിട്ട് അതുകൂടി കണ്ടന്റാക്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തയാൾ, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തയാളോ ആണ് രാഹുൽ ഈശ്വർ. അത് പോലീസ് കണ്ടെടുക്കുന്നു. ഇനി ഇയാൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ ജയിൽ യാത്രയെല്ലാം കണ്ടന്റുകളായി ഇറങ്ങാൻ പോകുന്ന സംഗതികളാണ്. അതെല്ലാം വരുമാനത്തിനുള്ള മാർഗം തന്നെയായിട്ടാണ് അയാൾ അതിനെ കണക്കാക്കുന്നത്. പക്ഷേ എന്താണ് കുഴപ്പം? ഈ പറയുന്ന വെറുപ്പ് കുത്തിവെച്ചിട്ട് ഇത്തരത്തിൽ വിചിത്രമായ കാര്യങ്ങൾ കുത്തിവെച്ചിട്ടാണ് അത് കൊണ്ടുവരുന്നത്. ഞാൻ ഈ പണ്ട് ഈ ചില ഫ്രഞ്ച് ഗ്രൂപ്പുകൾ ഹിന്ദു ഖത്രേ മേ ഹേ എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ട് പോകുന്നത് നമ്മൾ ഈ കലാപകാലത്ത് കണ്ടിട്ടുണ്ടല്ലോ. ഹിന്ദു ഖത്രേ മേ ഹേ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്ത ഒരു കാര്യമാണല്ലോ ആ മുദ്രാവാക്യം വിളിയായിട്ട് പറയുന്നത്. അതുപോലെയാണ് ഇവിടെ പുരുഷന്മാരാകെ കുഴപ്പത്തിലാണ് എന്നുള്ള മുദ്രാവാക്യം. ഈ ഹിന്ദു ഖത്രേ മേ ഹേ എന്നുള്ള മുദ്രാവാക്യവും പുരുഷന്മാർ കുഴപ്പത്തിലാണ്, പുരുഷന്മാരെ ആക്രമിക്കുന്നു എന്നുള്ള മുദ്രാവാക്യവും ഒരുമിച്ച് ചേർത്ത് വെക്കാവുന്ന സംഗതിയാണ്. അതേ സ്വഭാവത്തിൽ അയാൾ പെരുമാറുന്നത്. പിന്നെ അതിനകത്ത് അത്ഭുതമൊന്നും പെടേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം വിശേഷിപ്പിക്കുന്നതാണ് ബ്രാഹ്മണിക്കൽ സവർണ വലതുപക്ഷ എന്തൊക്കെയോ ആണ്, അങ്ങനെ എക്സ്ട്രീമിസ്റ്റ് ആണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന, ഒരേ സമയം കയ്യിൽ സ്വസ്തികയും മറുകൈയിൽ മറ്റേ ഗാന്ധിയെയും കുത്തിവെക്കുന്ന വിചിത്ര സ്വഭാവമുള്ള വിചിത്രമായ മാനസികാവസ്ഥയുള്ള ഒരാളാണ്. അയാളെ ആ നിലയ്ക്ക് തന്നെ ഫോളോ ചെയ്യുകയും അയാൾ ആഹ്വാനം ചെയ്യുന്ന വിചിത്രമായ കാര്യങ്ങളൊക്കെ. രാഹുൽ മാങ്കൂട്ടത്തിന് രാഹുൽ ഈശ്വറിന്റെ പിന്തുണ, അതെ, രാഹുൽ ഈശ്വറിന്റെ സത്യഭാമയുടെ പിന്തുണ, അതെ, കറക്റ്റാണ്. സ്പെക്ട്രം കറക്റ്റാണ്. അതെ. അപ്പോൾ ഈ രീതിയിലുള്ള വിചിത്രമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്തുണ തേടുക, ആളുകളെ കൊണ്ട് ഈ അയാളുടെ വീഡിയോ കാണിക്കുക, ആ വീഡിയോ വഴി അയാൾക്ക് വരുമാനം ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ എന്താണ് നമുക്ക് ഒരു തരത്തിലും സാധാരണ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളല്ല ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു എന്താണ് ഹിറ്റ്ലറെ പോലെയോ ഈ ജിം ജോൺസിനെ പോലെയോ പോൾ പോട്ടിനെ പോലെയോ ഒക്കെ ഒരാളായി തന്നെ മാത്രം കാണേണ്ട ആളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സമൂഹത്തെ ഇത്തരത്തിലുള്ള വിചിത്രമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് അനുയായികളെ കൊണ്ടാക്കി അവർക്ക് പിന്നെ വേറൊരു കാര്യമാണ് അതിന് പുറകെ പോകാൻ. ഈ സോഷ്യൽ മീഡിയയിൽ കുറേ കക്ഷികളുണ്ടെന്നുള്ളതല്ലാതെ ശരിക്കും കാര്യത്തോടെ എടുക്കുമ്പോൾ പുറകെ പോകാൻ ആളുകൾ ഒരു ചേട്ടനുണ്ട്, വേറെ ബാക്കി മുഴുവൻ പേരും ബാക്കി മുഴുവൻ പേരെയും ബിരിയാണി മേടിച്ചു കൊടുത്തിട്ട് കാശ് എണ്ണി കൊടുത്തിട്ടും മാത്രം ആണ് ഈ കൂടെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് തെളിവ് സഹിതം. ഇതിനകത്ത് നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ 99.9% ആളുകളും കൊള്ളാവുന്ന ആളുകളാണ് എല്ലാ സൊസൈറ്റിയിലും. 1% കീടാണു ഉണ്ടാവും. ആ 1% കീടാണുമാണ് ഇവരെല്ലാം. മറ്റേ ചില ഹാർപ്പിക്കിന്റെ ഒക്കെ കാണുന്നത് പോലെ ക്ലോസറ്റിൽ ആയി കണക്കാക്കി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് സമൂഹം ചെയ്യേണ്ടത്. എന്തായാലും നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും. കഴിഞ്ഞ ദിവസം രാജ്മോഹൻ ഉണ്ണിത്താൻ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകുന്നവരെ ഉദ്ദേശിച്ച് പറഞ്ഞതാണിത്. നാറിയവരെ മാത്രം ചുമക്കുന്നത് രാഹുൽ ഈശ്വറിന്റെ സ്വതവേയുള്ള ശീലമായതുകൊണ്ട് നാറ്റം അദ്ദേഹത്തിന് കിട്ടിയെന്ന് വരില്ല. പക്ഷേ സമൂഹത്തെ ആകെ ഈ വിധം നാറ്റിക്കാൻ സമ്മതിക്കില്ലെന്ന് കോടതി നിലപാടെടുത്തതാണ് ആശ്വാസകരം. സമൂഹം വിലമതിക്കുന്ന സഹജീവി സ്നേഹം, കരുണ, അനുതാപം, മനുഷ്യർക്ക് മനുഷ്യരോടുള്ള ഉത്തരവാദിത്വം തുടങ്ങിയ മൂല്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ പ്രധാനമായെന്ന് വരില്ല. എന്നാൽ അത്തരക്കാരും കൂടി ചേർന്നതാണ് സമൂഹം എന്ന് കരുതി മിണ്ടാതിരിക്കലല്ല വേണ്ടത്. സാമൂഹിക വിരുദ്ധമായ പെരുമാറുന്ന ഇത്തരം ഇല്ലിസിറ്റ് ഇൻഫ്ലുവൻസർമാർക്ക് വേണ്ടി കൂടിയുള്ളതാണ് നമ്മുടെ ജയിൽ സംവിധാനമെന്ന് കോടതി ഇന്ന് കാണിച്ചു തന്നു. ഒരു ഫോണോ ലാപ്ടോപ്പോ കയ്യിലുണ്ടെങ്കിൽ സ്വകാര്യതയുടെ സ്വാതന്ത്ര്യത്തിലും അത് നൽകുന്ന സ്ഥൈര്യത്തിലും പിന്നെ സോഷ്യൽ മീഡിയ നൽകുന്ന വരുമാനത്തിലും കണ്ടുവച്ച് നിയമവ്യവസ്ഥയ്ക്കെതിരെ എന്ത് തോന്നിവാസവും എഴുതി സോഷ്യൽ മീഡിയയുടെ ഭിത്തിയിൽ ഒട്ടിക്കാമെന്ന് കരുതുന്ന സകലർക്കും രാഹുൽ ഈശ്വർ നിലവിൽ ജയിലിലെ അഴി എണ്ണിക്കൊണ്ടിരിക്കുന്നത് ഒരു പാഠമാകട്ടെ.